ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 സെപ്റ്റംബർ മാസം 23-ാം തീയതി തിങ്കളാഴ്ച ദിവസം 1200-ാം ആണ്ട് കന്നിമാസം 7-ാം തീയതി, ഇന്ത്യൻ തീയതി അശ്വിന മാസം 1-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:14 അസ്തമയം വൈകുന്നേരം 6:15 നാളത്തെ തിഥി ഉദയാൽപരം തിഥി ഷഷ്ടി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച രാത്രി 11:04 രോഹിണി നക്ഷത്രം അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച രാത്രി 10:09 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ രോഹിണി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഹിണി നക്ഷത്രം എന്നാൽ ഇടവക്കൂറിൽപ്പെട്ട മനുഷ്യഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം എന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. രോഹിണി നക്ഷത്രപ്രകാരം നാളത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം 27 നക്ഷത്ര ജാതകരിൽ ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഇനി പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. നാളെ തിങ്കളാഴ്ച ദിവസമാണ്. രോഹിണി നക്ഷത്രപ്രകാരം ഞായറാഴ്ച രാത്രി 11:04 മുതൽ തിങ്കളാഴ്ച രാത്രി 10:09 വരെയുള്ള രോഹിണി നക്ഷത്ര സമയത്ത് ഉത്രട്ടാതി, അശ്വതി, തിരുവോണം, അവിട്ടം, ഉത്രം, അത്തം, കാർത്തിക എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും. അതായത് ഒന്നുകൂടി പറഞ്ഞു തരാം. രോഹിണി നക്ഷത്രപ്രകാരം ഞായറാഴ്ച രാത്രി 11:04 മുതൽ തിങ്കളാഴ്ച രാത്രി 10:09 വരെയുള്ള രോഹിണി നക്ഷത്ര സമയത്ത് 27 നക്ഷത്രങ്ങളിൽപ്പെട്ട ഉത്രട്ടാതി, അശ്വതി, തിരുവോണം, അവിട്ടം, ഉത്രം, അത്തം, കാർത്തിക എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതാണ്. ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. ഈ സമയം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച രാത്രി 11:04 മുതൽ തിങ്കളാഴ്ച രാത്രി 10:09 വരെയുള്ള രോഹിണി നക്ഷത്ര സമയത്ത് ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പൂരുരുട്ടാതി, രേവതി, ഭരണി, ചോതി, വിശാഖം എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂരുരുട്ടാതി, രേവതി, ഭരണി, ചോതി, വിശാഖം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ ഈ സമയത്ത് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. രോഹിണി നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ നാളുകാർ സൂക്ഷിക്കണം. അവരുടെ ഏതൊരു കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും ഒരു ചിന്ത വേണം. പ്രതികൂലമായ അനുഭവങ്ങൾ തങ്ങളെ തേടി വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഏതൊരു കാര്യങ്ങളിലും ഇടപെടണം എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത്. അത് പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി ചെയ്താൽ ജീവിത വിജയം ഉറപ്പായിട്ടും ഉണ്ടാകും. അല്ലാത്ത പക്ഷം പരാജയങ്ങളിൽപ്പെട്ട് പ്രതിസന്ധികളിൽപ്പെട്ട് ജീവിതം താറുമാറാകും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ജ്യോതിഷം ഇക്കാര്യവും ദിവസവും ഓർപ്പിക്കുന്നത്. ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി ഈ നാളുകാരെല്ലാം കടന്നു പോകും എന്നുള്ളതും ജ്യോതിഷം പറയുന്നു. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നാളെ തിങ്കളാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്. ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷഷ്ടി തിഥിയാണെന്ന് വിചാരിച്ച് ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കേണ്ട. ശുഭസമയം ജ്യോതിഷം എടുത്തു പറഞ്ഞു തരുന്നുണ്ട്. തിങ്കളാഴ്ച ദിവസം രാവിലെ 6:14 മുതൽ 7:44 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ അനുയോജ്യമായ സമയമാണ്. പ്രത്യേകിച്ച് തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയേറെ അനുകൂലമായ ഒരു സമയമാണ്. ഈ സമയത്ത് തിരുവോണ നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് തിരുവോണ നക്ഷത്ര ജാതകർ മനസ്സിലാക്കി നാളത്തെ ഈ സമയത്തെ പൂർണ്ണമായിട്ടും ഉപകരിക്കപ്പെടുക അല്ലെങ്കിൽ ഉപയോഗിക്കുക. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അവർ ചെയ്യുന്നതിൻ്റെ ഫലം അവർക്ക് വലിയ ഒരു നേട്ടമായി ജീവിതത്തിൽ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഈ സമയത്ത് ഓടിപ്പോയി ലോട്ടറി എടുത്തിട്ട് ലോട്ടറി അടിച്ചില്ല എന്ന് എന്നോട് പറയരുത്. എനിക്ക് ഈ ലോട്ടറി കാര്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ലോട്ടറി അടിച്ചില്ല എന്ന് എന്നോട് പറയരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതൊരു മറ്റു നല്ല കാര്യങ്ങൾ ചെയ്താലും അത് നിങ്ങൾക്ക് അതിൻ്റേതായ റിസൾട്ട് പിന്നീട് ഉണ്ടാകും. ലോട്ടറി കാര്യം മാത്രം അതെന്നോട് പറയരുത്. കാരണം ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, പ്രിയമുള്ളവരെ, അത് കേരള സർക്കാരിൻ്റെ ഒരു വരുമാന പദ്ധതിയാണ്. ലോട്ടറി, അതുപോലെ തന്നെ മദ്യം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ സർക്കാരിന് പണമുണ്ടാകുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതാദ്യമായിട്ട് അതിനെ മനസ്സിലാക്കുക.
പിന്നെ ലോട്ടറി എല്ലാ ദിവസവും ആൾക്കാർക്ക് അടിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. എല്ലാ ദിവസവും ആൾക്കാർക്ക് കിട്ടുന്നില്ല. കുറച്ച് ദിവസങ്ങളിലൊക്കെ ഈ തുക ഗവൺമെൻറ്റിന് തന്നെ സമ്മാനമായിട്ട് പോകുന്നുണ്ട്. അത് മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കേരളത്തിൽ 3 കോടി ജനങ്ങളുണ്ടെന്ന് പണ്ടത്തെ ഒരു കണക്കുകൂട്ടലാണെങ്കിൽ പണ്ടത്തെ ഒരു കണക്കാണ്. 3 കോടി ജനങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നു. അതിനകത്ത് 1 കോടി ജനങ്ങൾ ദിവസവും ടിക്കറ്റ് എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ 1 കോടിയെ 27 നക്ഷത്രമായിട്ട് ഭാഗിക്കുക. അപ്പോൾ ഒരു 3 ലക്ഷം നക്ഷത്ര ജാതകരെങ്കിലും ഒരു നക്ഷത്രത്തിലുണ്ട്. അവരിൽ 1 ലക്ഷം പേർ ടിക്കറ്റ് എടുത്താൽ ഈ 1 ലക്ഷം വിൽക്കുന്ന ടിക്കറ്റിനകത്ത് 100 പേർക്കാണ് സമ്മാനം കൊടുക്കുന്നത്. ഈ 100 പേരെ കണ്ടെത്തുന്നത് ഭാഗ്യദേവതയാണ്. അപ്പം ഒരു നക്ഷത്രത്തിന് ലോട്ടറി ഭാഗ്യമുണ്ടെങ്കിൽ 1 ലക്ഷം പേർക്കും ലോട്ടറി ഭാഗ്യമുണ്ട്. പക്ഷേങ്കിൽ അതിൽ തിരഞ്ഞെടുക്കുന്നത് ഭാഗ്യദേവതയാണ്. അവർക്കാണ് കിട്ടുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം, കിട്ടാതിരിക്കാം. പക്ഷേ ഞാനത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും പറയത്തില്ല ഇന്ന വ്യക്തിക്ക് കിട്ടുന്നു, ഇന്ന നക്ഷത്രത്തിന് അടിക്കും എന്നുള്ളത് പറയാം. അപ്പോൾ അതാണ് ഇന്ന നക്ഷത്രത്തിന് അടിച്ചെന്നും പറഞ്ഞ് ആ നക്ഷത്ര ജാതകരെല്ലാം ഓടിപ്പോയി ലോട്ടറി അടിച്ചാൽ എല്ലാവർക്കും അടിക്കണമെന്നില്ല. അവിടെ ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്ന ആർക്കാണോ അവർക്കാണ് അടിക്കുന്നത്. എല്ലാവരും ലോട്ടറിയെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. കാരണം സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടാത്ത ഒരു ധനമാർഗമാണ്, അല്ലെങ്കിൽ ധനവരുമാന മാർഗമാണ് ലോട്ടറി. അപ്പോൾ ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിദ്യാഭ്യാസം കൊണ്ടൊരു ജോലി കിട്ടി, ആ ജോലി നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഉപകരിക്കുന്ന ഒരു ജോലിയാണ്. നമ്മൾ ബിസിനസ് ചെയ്താൽ സമയദോഷം കൊണ്ട് പരാജയപ്പെടാം, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് നഷ്ടപ്പെട്ടു പോകാം, ലാഭം കുറഞ്ഞെന്ന് വരാം, ധനനഷ്ടം ഉണ്ടായെന്ന് വരും. പക്ഷെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് കിട്ടുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നൊരു കാര്യമാണ്. അതാണ് അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് പോയാൽ ജീവിതം ഒത്തിരി നേട്ടത്തിൽ വന്നു ചേരും. ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ പറ്റും. അതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അല്ലാത്ത കാര്യങ്ങളൊന്നും സ്ഥായിയായി അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കുന്ന ഒന്നുമല്ല. ഇപ്പം ഒരു ജാതകൻ്റെ ജീവിതത്തിൽ ഗ്രഹനിലയിൽ 10ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. ജാതകന് ജോലി കിട്ടും, പക്ഷേ സ്ഥിരമായ ജോലി ആ ജാതകൻ ജീവിതത്തിൽ ഒന്നും ചെയ്യത്തില്ല. 10ാം ഭാവത്തിൽ വ്യാഴമോ ശുക്രനോ ബുധനോ ഒക്കെ ആണെങ്കിലോ സ്ഥിരമായ ജോലി കിട്ടും. അതിപ്പോൾ അങ്ങനെയാണ്. അവരുടെ ജീവിതകാലം മുഴുവൻ ആ തൊഴിലുകൊണ്ട് അവർക്ക് വലിയ നേട്ടമായിരിക്കും. 10ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാണെങ്കിൽ ഈ ആഴ്ച ജോലി കാണും, അടുത്ത ആഴ്ച കാണത്തില്ല. 10ാം ഭാവത്തിൽ കൃഷ്ണപക്ഷത്തിലെ ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ ഈ ആഴ്ച ജോലി കിട്ടും, അടുത്ത ആഴ്ച ജോലി കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. അതൊക്കെ മനുഷ്യജീവിതത്തിൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി ജീവിച്ചു പോകുക, അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ജീവിച്ചു പോകുക. അപ്പോൾ അതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. നമുക്കൊരിക്കലും ലോട്ടറിയെ ആശ്രയിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പിന്നെ അടിച്ചാൽ അടിച്ചു, കിട്ടിയാൽ കിട്ടി എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തായിട്ടൊന്നും ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ നാളത്തെ ദിവസം തിരുവോണ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അല്ലാതെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അവർ ജീവിതത്തിൽ അതിൻ്റെ നല്ലൊരു റിസൾട്ട് അവർക്ക് വന്നു ചേരുന്നതാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അല്ലാതെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അവർക്ക് നാളത്തെ ദിവസം. ഇപ്പം രാവിലെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, രാവിലത്തെ ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ അതിനൊരു റിസൾട്ട് കിട്ടും. നിങ്ങളൊരു തൊഴിൽ തുടങ്ങിയാൽ അതിന് റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ കൃഷി കാര്യങ്ങളൊക്കെ ആരംഭിച്ചാൽ അതിന് നല്ല റിസൾട്ട് കിട്ടും. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടക്കം കുറിച്ചാൽ അതിന് നല്ല റിസൾട്ട് ഭാവിയിൽ കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇനി നാളത്തെ ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ പ്രിയപ്പെട്ടവർക്ക് ഞാൻ സമയം പറഞ്ഞു തന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. തിങ്കളാഴ്ച ദിവസം രാവിലെ 6:14 മുതൽ 7:44 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:44 മുതൽ ഉച്ചകഴിഞ്ഞ് 3:14 വരെ ശുഭസമയമാണ്. ഈ സമയം നോക്കി ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ഉപകരിക്കും. നിങ്ങൾ നാളെ ഈ സമയത്ത്, അതായത് തിരുവോണ നക്ഷത്ര ജാതകർ രാവിലെ 6:14 മുതൽ 7:44 വരെയുള്ള സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ജീവിത വിജയം ഉണ്ടാകുമെന്നും കൂടെ പറഞ്ഞു ഞാനിനി മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. സംഖ്യാശാസ്ത്രം പറയാൻ പോകുന്നു. സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. നാളത്തെ തീയതി 5 ആണ്. അപ്പോൾ ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ സംഖ്യാശാസ്ത്ര പ്രകാരം വന്നു ചേരുമെന്ന് പറയുന്നു. അതിന് പരിഹാരം പറയുന്നത് ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EHNX എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നാളത്തെ ദിവസം ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. അനുകൂലമായ ഫലങ്ങൾ നിങ്ങളെ തേടി വരും എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക.
ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും വീഡിയോയിൽ കൂടി പറയുന്ന പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയുന്ന ജ്യോതിഷപ്രകാരമുള്ള ക്രമീകരണങ്ങൾ വരുത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളെ നല്ലൊരു ജീവിതാനുഭവം ഉണ്ടാകും. അത് ഉറപ്പാണ്. മഹാദേവൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു. മഹാദേവൻ തന്നൊരു ആലോചനയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ധനലാഭം മോഹിച്ചല്ല, അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അത് നേട്ടമുണ്ടാകും എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരുപാട് പേരുടെ കാര്യത്തിൽ ഇടപെടുന്ന ഒരാളാണ്. ഓരോരുത്തർക്കൊക്കെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുവാൻ, അവർക്ക് ബിസിനസ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് നേട്ടം? അവർക്ക് ധനം കൂടുതലായിട്ട് വന്നു ചേരും. അപ്പോൾ ഈ ജ്യോതിഷത്തിൽ ഇങ്ങനെ അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള അറിവുകൾ എനിക്കുണ്ടല്ലോ, എനിക്കെന്താ പിന്നെ ഒരു വ്യവസായം തുടങ്ങാൻ മേലെ എന്ന ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് പറയുന്ന മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ രാത്രിയിൽ ഒരു ട്രെയിനിൽ കയറി യാത്ര ചെയ്യുമ്പോൾ ആ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് ഒരിക്കലും വിചാരിക്കത്തില്ല ഞാനൊരു മാസം ജോലി ചെയ്താൽ എനിക്ക് 1,00,000 രൂപ ശമ്പളമേ കിട്ടത്തുള്ളൂ. പക്ഷെങ്കിൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വലിയ വലിയ ബിസിനസ്സുകാരുണ്ട്. അവർക്ക് ഈ രാത്രിയിലെ യാത്ര കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് അവരൊരു ബിസിനസ് പോയി സാധിച്ചാൽ ചിലപ്പം 2 കോടി, 1 കോടി, അല്ലെ 10 ലക്ഷം, 5 ലക്ഷം, അങ്ങനെ വ്യത്യസ്തമായ തുകകളൊക്കെ ലഭിക്കും. അപ്പം ഞാൻ എന്തിനാണ് ഈ രാത്രിയിൽ ഉറക്കളച്ച് ഈ ട്രെയിൻ ഓടിച്ച് പോകുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ പോയി സുഖമായിട്ട് എനിക്ക് ഇരിക്കാമല്ലോ എന്ന് വിചാരിക്കാമല്ലോ. എനിക്ക് പകലുള്ള ജോലി മതി, രാത്രി വേണ്ട എന്ന് ചിന്തിച്ചാൽ ആ ട്രെയിൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയും ആ ട്രെയിൻ രാത്രിയിൽ ഓടിക്കത്തില്ല. പക്ഷെ അവർ ചെയ്യുന്നത് എന്താണ്? അവരെ ഈ പ്രകൃതിയിൽ, ഈ ഭൂമിയിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അവർ ചെയ്യുക. ഓരോരുത്തരും ജനിക്കുമ്പോൾ ഓരോ ജോലിയാണ് ജഗദീശ്വരൻ അവരെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുക. അവിടെ ലാഭമോ നഷ്ടമോ ധനമോഹമോ ഒന്നും പാടില്ല. ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്താണോ അത് കൃത്യമായും ഭംഗിയായും ചെയ്യുക. അവിടെയാണ് സംതൃപ്തി ഉണ്ടാകുന്നത്. അല്ലാതെ ഒത്തിരി ധനത്തിന് വേണ്ടി കിടന്ന് പോരാടിയിട്ട് ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ധനനേട്ടം ഉണ്ടാകുമല്ലോ, അത് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അയാൾ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടത്തില്ലല്ലോ എന്ന് പറയുന്നതും തെറ്റാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുക. നമ്മളൊരു അത്യാസന്ന നിലയിൽ ഒരു മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കർത്തവ്യം വളരെ കൃത്യമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ആ ഏറ്റെടുത്ത ചുമതല ആ ഡോക്ടർ വളരെ ഉത്തരവാദിത്തോടു കൂടി ചെയ്യുകയാണ്. അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെട്ടു പോരുന്നത്. ഞാൻ ഇയാളെ രക്ഷപ്പെടുത്തിയാൽ ഇയാൾക്ക് വലിയ നേട്ടമുണ്ടായി, എനിക്ക് എന്നാ നേട്ടം ഉണ്ടാകുന്ന ആരും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കടപ്പെട്ടവരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ളവർക്ക് കടപ്പെട്ടവരായിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈ പ്രകൃതിക്ക് കടപ്പെട്ടവരായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഉള്ള നല്ല ചിന്തകൾ കൊണ്ട് എല്ലാവരും ജീവിച്ചാൽ ഈ പ്രകൃതി, ഈ ഭൂമി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, നാളെക്കുറിച്ചുള്ള ഒരു നക്ഷത്രഫലമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നാളെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അത് സത്യസന്ധമായിട്ട് ജ്യോതിഷപ്രകാരമാണ് പറയുന്നത്. ചിലർക്കത് പരാജയമായിരിക്കാം, ചിലർക്കത് നേട്ടമായിരിക്കാം, ചിലർക്ക് കോട്ടമായിരിക്കാം. അപ്പോൾ ഒരു ജീവിത ക്രമീകരണം വരുത്തിയാൽ ആ ക്രമീകരണത്തിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. നാളെ തിങ്കളാഴ്ച ദിവസമാണ്. ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണ്. രോഹിണി നക്ഷത്ര ദിവസമാണ്. അപ്പോൾ ഈ ചന്ദ്രനും രോഹിണിയും തിങ്കളാഴ്ച ദിവസവുമൊക്കെ എല്ലാവർക്കും അനുകൂലമാകണമെന്നില്ല. അപ്പോൾ പ്രതികൂലമായി വരുന്നവർ അതിനു വേണ്ടിയ ക്രമീകരണങ്ങളൊക്കെ ജീവിതത്തിൽ വരുത്തിയാൽ നാളത്തെ ദിവസം അവരുടെ ജീവിതവും വളരെ ശോഭനമാകും. ആദ്യമായിട്ട് മേടക്കൂറുകാരെക്കുറിച്ച് ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസത്തിൻ്റെ അധിപനായ ചന്ദ്രൻ അവരുടെ 2ാം ഭാവത്തിൽ നിൽക്കുന്നു. കുടുംബഭാവത്തിൽ, ധനഭാവത്തിൽ, 4ാം ഭാവത്തിൻ്റെ അധിപനായ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ആ ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം ചന്ദ്രൻ നാളത്തെ ദിവസം അവരുടെ കുടുംബഭാവത്തിൽ, ധനഭാവത്തിൽ നിൽക്കുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരാം. വാഹനയോഗം ഉണ്ടാകാം, ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകാം. മാതാവ് മുഖേനയുള്ള ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അങ്ങനെ നല്ല അനുഭവത്തെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ആരോട് ചേർന്നാണ് നിൽക്കുന്നത്? അവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപനും 12ാം ഭാവത്തിൻ്റെ അധിപനുമായ വ്യാഴത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ചിലരുടെയൊക്കെ ജീവിതത്തിൽ നാളത്തെ ദിവസം നഷ്ടങ്ങളൊക്കെ സംഭവിക്കാം. കാരണം അവർ ജനിച്ച സമയത്ത് ഈ വ്യാഴവും ചന്ദ്രനും ഒക്കെ പ്രതികൂലമാണെങ്കിൽ അവർക്ക് നഷ്ടസാധ്യതകൾ വന്നു ചേരും. അല്ലാത്തവർക്ക് ഭാഗ്യം കൊണ്ടും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ കൊണ്ടും ജോലി കൊണ്ടും ഒക്കെ
തൊഴിൽ കൊണ്ടും ഒക്കെയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് അവിടെ 6-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു, സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ സൂര്യനും ബുധനും 6-ാം ഭാവത്തിൽ യോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ശത്രുത, രോഗം, കടബാധ്യത എന്നിവയാൽ ഭാരപ്പെടുവാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് അവരുടെ ജീവിതത്തിൽ ജന്മഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും വ്യാഴവും അനുകൂലമായ അനുഭവത്തെ കൊടുക്കുന്നു. അതുപോലെ തന്നെ അവരുടെ 5-ാം ഭാവത്തിൽ രവി, ബുധ യോഗം നടക്കുന്നു നാളത്തെ ദിവസം. അപ്പോൾ അതിൻ്റേതായ നേട്ടങ്ങളുമൊക്കെ അവർക്ക് വന്നിരുന്ന ദിവസമാണ്. കാര്യവിജയം പ്രതീക്ഷിക്കാം, ബുദ്ധി കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായ നല്ല ഫലങ്ങൾ തന്നെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അവിടെ അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ വ്യാഴവുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. നാളെ തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചന്ദ്രൻ അവരുടെ ജന്മഭാവത്തിൽ വ്യാഴവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും വ്യാഴവും അനുകൂലമായ ഫലങ്ങളെ കൊടുക്കും. ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ല, പൂർണ്ണ ബലവാനായിരുന്നെങ്കിൽ രാജയോഗം തുല്യമായ അനുഭവങ്ങൾ വന്നു ചേർന്നതിനും കൃഷ്ണപക്ഷ ചന്ദ്രനായതുകൊണ്ട്, കറുത്ത പക്ഷത്തിലെ ചന്ദ്രനായതുകൊണ്ട് ബലക്കുറവാണ്, ഷഷ്ടി തിഥിയിലാണ്. അപ്പോൾ അതുകൊണ്ട് വ്യാഴവുമായിട്ട് ചേർന്ന് വലിയ ഉത്തമമായ ഫലങ്ങളൊന്നും നൽകിയില്ല എങ്കിൽ പോലും നാളത്തെ ദിവസം അവർക്ക് തൊഴിൽ ഗുണം, അതുപോലെ തന്നെ അവരുടെ ജീവിത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും നല്ല അനുഭവങ്ങൾ വന്നു ചേരാം എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. തൊഴിൽ ഗുണം അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായുള്ള നേട്ടം അത് അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ഒരുപക്ഷെ ദാമ്പത്യ ജീവിതത്തിൽ കല്ലുകടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ബുദ്ധി കൊണ്ടുള്ളൊരു വിജയം അവർക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. പിതാവിനെ കൊണ്ടുള്ള അനുകൂലമായ നല്ല ഫലങ്ങൾ അവർക്ക് ലഭിക്കുന്നൊരു ദിവസമാണ്. തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിലിടങ്ങളിൽ കൂടിയുള്ള ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ദാമ്പത്യ ജീവിത പ്രശ്നം ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് അനുകൂലമായ നല്ല ഫലങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലും കുടുംബത്തിൻ്റേതായ സ്ഥിതിയിലും ചിലപ്പോൾ ഒരു ഇഷ്ടകേടോ അല്ലെങ്കിൽ അവിടെ ഒരു സൗന്ദര്യപ്പിണക്കമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കുറവോ ഉണ്ടാകാം എന്നുള്ളതൊഴിച്ച് മറ്റുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം, തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ചന്ദ്രൻ നിൽക്കുന്നത് നാളെ 12-ാം ഭാവത്തിലാണ്. ബലമുള്ള ചന്ദ്രനല്ല, ബലമില്ലാത്തൊരു ചന്ദ്രനെയാണ് 12-ാം ഭാവത്തിൽ ഇവർക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. അലസതയുണ്ടാകാം, കാര്യപ്രാപ്തിക്കുറവുണ്ടാകാം, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം ഉണ്ടാകാം, ശരീരത്തിൽ മുറിവ് ചതകളുണ്ടാകാം, അന്യദേശവാസം സംഭവിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അവർക്കുണ്ടാകാം. തൊഴിൽപരമായുള്ള പ്രശ്നങ്ങളുണ്ടാകാം, ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാകാം. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവുമൊക്കെ അവർക്ക് കാര്യമായി ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാരണം കുടുംബസുഖത്തിൻ്റെയും ധനഭാവത്തിൻ്റെ അധിപനായ ഗ്രഹമാണ് 12 നിൽക്കുന്നത്. അപ്പോൾ നഷ്ടഭാവത്തിലല്ലേ, അപ്പോൾ കുടുംബസുഖം കുറയും, ധനപരമായ വരവ് കുറയും, ധനത്തിന് ക്ലേശം ഉണ്ടാകും, കടം മേടിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാം. അപ്പോൾ നാളത്തെ ദിവസം എന്തായാലും മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അത്ര നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമല്ല. പിന്നെ ദേശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ജീവിതത്തിൽ നല്ല അനുഭവങ്ങളാണെങ്കിൽ അവർക്ക് നന്ന് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് നേട്ടം വന്നു ചേരുന്ന ദിവസമാണ്. നല്ലൊരു ജീവിതാനുഭവം കിട്ടുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായ ദിവസമാണ്. തൊഴിൽ ഗുണം അവർക്കുണ്ട്, നല്ല ആരോഗ്യസ്ഥിതിയൊക്കെ ആയിരിക്കും. ദോഷാനുഭവങ്ങളൊന്നും തന്നെ വന്നു ചേരുവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. എന്നാൽ അവർക്ക് ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞല്ലോ. എങ്കിലും പിതാവ് മുഖേന, സുഹൃത്തുക്കൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ്. ഭാര്യയും ഭർത്താവും നല്ല ഒരു സ്നേഹബന്ധത്തിൽ കൂടി പോകുന്നൊരു സമയമല്ല. അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു, മറ്റ് ഗ്രഹങ്ങളൊക്കെ ഇവർക്ക് പ്രതികൂലമായി നിൽക്കുന്നത് കൊണ്ടും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. തൊഴിൽപരമായുള്ള പ്രശ്നങ്ങൾ പലരിലും ഉണ്ടാകുന്നുണ്ട്. 12-ൽ കുജൻ നിൽക്കുന്നു, അതൊരു വിഷയമാണ്.
അതുപോലെ തന്നെ 3-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു, അതൊരു വിഷയമാണ്. ബന്ധുക്കളുമായിട്ടുള്ള അകൽച്ചയ്ക്കും പ്രശ്നങ്ങൾക്കൊക്കെ വഴിതെളിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്, അതൊരു വിഷയമാണ്. അപ്പോൾ ഏറെക്കുറെ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി അവർ കടന്നു പോകും എന്നുള്ളതാണ്. എന്നാൽ ന്യായമായ നല്ല അനുഭവങ്ങളും ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണെന്നുള്ളതും കർക്കിടകക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ 10-ാം തൊഴിൽ ഭാവത്തിലാണ് ചന്ദ്രനും വ്യാഴവും നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽപരമായുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ ഗുണം അനുകൂലമായി നിൽക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. 2-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. പക്ഷെങ്കിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് കുടുംബത്തിൽ വേദനാജനകമായ അനുഭവങ്ങൾ, തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവർക്ക് അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നു, അതും അത്ര നല്ലതല്ല. 7-ൽ ശനി നിൽക്കുന്നു, അതും അത്ര നല്ലതല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് 11-ൽ നിൽക്കുന്ന ചൊവ്വയും 10-ൽ നിൽക്കുന്ന വ്യാഴവുമാണ് ഇവർക്കിപ്പോൾ അനുകൂലമായ ഫലത്തെ കൊടുക്കുന്നത്. മറ്റുള്ള ഗ്രഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ കുടുംബ കലഹത്തെ ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സ്ഥിതിയിൽ വേദനാജനകമായ അനുഭവത്തെ കൊടുക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ തന്നെ ബുധൻ 2-ൽ നിന്നാൽ കലാകാരന്മാർക്ക് അല്ലെങ്കിൽ കലാപരമായ മേഖലയിലുള്ളവർക്ക്, സാഹിത്യകാരന്മാർക്ക്, അങ്ങനെയുള്ള മേഖലയിൽ ഉള്ളവർക്കൊക്കെ ധനം വന്നു ചേരുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് നാളത്തെ ദിവസം ഭാഗ്യഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഭാഗ്യഭാവത്തിൽ ആണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ ഇവരുടെ 11-ാം ഭാവത്തിൻ്റെ അധിപനും കൂടിയാണ്. ലാഭത്തെ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ലാഭത്തെ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. പക്ഷേ ഇവരുടെ കൂറിൻ്റെ അധിപനായ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഈ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നതുകൊണ്ട് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ധനപരമായ കാര്യങ്ങളിൽ ജീവിത വിജയം ഉണ്ടാകത്തില്ല. അതൊരു വലിയ വിഷയമാണ്. അത് കന്നിക്കൂറിൽപ്പെട്ട ഏതൊരു നക്ഷത്ര ജാതകനെയും എടുത്ത് നോക്കുക. ഗ്രഹനിലയിൽ ജനിച്ച സമയത്ത് രാജയോഗമുണ്ടെങ്കിൽ അവർക്ക് മാത്രം നേട്ടമായിരിക്കും. അല്ലാത്തവരെ സംബന്ധിച്ച് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, 2 പാദം നാളുകാരെ സംബന്ധിച്ച് ജീവിതകാലം മുഴുവൻ ധനം തികയാത്തൊരവസ്ഥയിൽ കൂടി കടന്നു പോകും. ഒട്ടുമിക്ക ആൾക്കാരും കടബാധകളിൽ കൂടി ജീവിതം ഇങ്ങനെ ഉന്തിയും തള്ളിയും വിടുന്നുണ്ട്. അതിൻ്റെ ഒരു വിഷയം ഈ കൂറിൻ്റെ അധിപനായ ഗ്രഹമാണ്, കന്നിക്കൂറിൻ്റെ അധിപനായ ഗ്രഹം ബുധനാണ്. ബുധൻ ഇവരുടെ 11-ാം ഭാവത്തിൻ്റെ ജീവിതത്തിൽ ലാഭം കൊടുക്കുന്ന, ലാഭത്തെ തരുന്ന ഗ്രഹത്തെ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ നിൻ്റെ ഒരു ഗുണവും എനിക്ക് വേണ്ട, നിൻ്റെ ലാഭം ഒന്നും വേണ്ട എന്നാണ് ബുധൻ ചന്ദ്രനോട് പറയുന്നത്. അപ്പോൾ ഈ ചന്ദ്രൻ നാളത്തെ ദിവസം ബലമില്ലാത്ത ഒരു അവസ്ഥയിൽ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നു. അപ്പം ഭാഗ്യം കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും നടക്കുന്ന ദിവസമല്ലെന്നുള്ളതാണ് ഒറ്റ വാക്കിൽ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ നാളത്തെ ദിവസം ഇവരെ ആര് നടത്തും? ഇവർക്ക് 2-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. നാളെ 2-ാം ഭാവത്തിൽ കന്നിമാസം 7-ാം തീയതി 2-ാം ഭാവത്തിലേക്ക് ശുക്രൻ കടന്നു വരുന്നത് കൊണ്ട് സ്ത്രീകൾ മുഖേനയുള്ള ധനനേട്ടം, അത് നാളത്തെ ദിവസം മുതൽ സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ, ധനനേട്ടം കുടുംബത്തിലേക്കൊക്കെ വന്നു ചേർന്ന് അങ്ങനെ ഇവർ നാളത്തെ ദിവസം കഴിഞ്ഞു പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. എന്തായാലും ധനപരമായ നേട്ടം ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. ഭാഗ്യം കൊണ്ട് ഇവർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞത്. കാരണം ഇവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ 2-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ ആരാ? ശുക്രനാണ്. ശുക്രൻ 2-ാം ഭാവത്തിൽ നിൽക്കുകൊണ്ട് നാളത്തെ ദിവസം ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ അവിടെ ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, തടസ്സം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പോൾ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടി ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയും നമുക്ക് കാണാം. കാരണം 4-ാം ഭാവാധിപനാണ് ഈ 9-ാം ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നത്. അപ്പം വീട്, വസ്തു, വാഹനം, ഭൂമി, ഇപ്പം നാളെ വീട് അല്ലെങ്കിൽ വസ്തുവൊക്കെ പണയപ്പെടുത്തി ലോൺ ചിലപ്പം കിട്ടും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കടബാധകൾ കൂടിയൊക്കെ കിട്ടും. അപ്പോൾ അതിനൊക്കെ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അത് ശുക്രനാണ്. 2-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. ഭാഗ്യാധിപനാണ് ശുക്രൻ. അപ്പോൾ അവർക്ക് ധനം കുടുംബത്തിലേക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പക്ഷേ അവരുടെ തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ കൂടി അവർക്ക് വലിയ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര, 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ദിവസമാണ്. നാളെ പലവിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവരുടെ കുടുംബത്തിൻ്റെ ധനസ്ഥിതിയെയും
കുടുംബത്തിൻ്റെ നല്ല അനുഭവങ്ങളെയൊക്കെ ഇല്ലാതാക്കി ഇവർക്ക് മോശമായ അനുഭവത്തെ കൊടുക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് വ്യാഴവും അഷ്ടമത്തിൽ നിൽക്കുന്നു, ചന്ദ്രനും അഷ്ടമത്തിൽ നിൽക്കുന്നു. ശാരീരികവും മാനസികവും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നാളത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് തൊഴിൽപരമായി ഇവർക്ക് അത്ര മെച്ചമായ ഒരു ദിവസവുമല്ല, എങ്കിലും തൊഴിൽപരമായിട്ടുള്ള സാമാന്യ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതല്ലാതെ കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും നാളത്തെ ദിവസം വന്നു ചേരത്തില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുഷം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 7ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 7-ൽ വ്യാഴം നിൽക്കുന്നു. കുടുംബസുഖം, ധനപരമായ നേട്ടം, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയം, ഭാഗ്യാനുഭവങ്ങൾ. നാളത്തെ ദിവസം ഭാഗ്യം കൊണ്ട് ധനം വന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഭാഗ്യഭാവത്തിൻ്റെ അധിപനും ധനഭാവത്തിൻ്റെ അധിപനും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നു. ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ നാളത്തെ ദിവസം ഭാഗ്യം കൊണ്ടൊക്കെ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമാണ്. അവരുടെ 12ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു, സൂര്യൻ നിൽക്കുന്നു. അതും നല്ല അനുഭവങ്ങളാണ്. അപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ശനി ഒഴികെ അവരുടെ കുടുംബം സംബന്ധിച്ചുള്ള പ്രതിസന്ധികൾ ഒഴികെ, അല്ലെങ്കിൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള പ്രതിസന്ധികൾ ഒഴികെ മറ്റുള്ള കാര്യങ്ങളിൽ ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അതൊക്കെ നേടണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് അതിനെയൊക്കെ സാധിച്ചെടുക്കാൻ പറ്റും. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ കുടുംബസുഖവും ധനപരമായ നേട്ടം അവർക്ക് നിലനിൽക്കുന്നു. കടബാധികളാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർ പോകുന്നു. രോഗ, ദുഃഖ, ദുരിത, പ്രയാസങ്ങൾ കാര്യമായി ഒന്നും അവരെ ശല്യം ചെയ്യാതെ അലട്ടാതെ അവർ കടന്നു പോകുന്നൊരു സമയമാണ്. നാളെ അവരുടെ 10ാം ഭാവത്തിൽ രവി ബുധ യോഗം നടക്കുന്നു. അപ്പോൾ തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ഭാഗ്യം കൊണ്ട് തൊഴിൽ മേഖലയിൽ ഉയർച്ച ഉണ്ടാകാം, സ്ഥാനക്കയറ്റം ഉണ്ടാകാം. ബുദ്ധിപരമായുള്ള പ്രവർത്തനം കൊണ്ട് അവർക്ക് പല നേട്ടങ്ങളുണ്ടാകാം. അപ്പോൾ നാളത്തെ ദിവസം ധനുക്കൂറുകാരെ സംബന്ധിച്ച് എന്തുകൊണ്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ കല്ലിടി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിലും ആൺമക്കൾ മുഖേനയുള്ള പ്രതിസന്ധികളൊക്കെ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകാനിടയുണ്ട്. പക്ഷേ മറ്റു കാര്യങ്ങളിലൊക്കെ അവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് ഭാഗ്യഭാവത്തിൽ ബുധനും അതുപോലെ തന്നെ സൂര്യനും നിൽക്കുന്നു. അപ്പോൾ ഭാഗ്യം അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ അവരുടെ 5ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, ചന്ദ്രൻ നിൽക്കുന്നു. അതും നല്ലൊരു ഗ്രഹസ്ഥിതിയാണ്. 6ാം ഭാവത്തിൽ കുജൻ നിൽക്കുന്നു, നല്ലൊരു ഗ്രഹസ്ഥിതിയാണ്. അപ്പോൾ 2ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. മകരക്കൂറുകാരെ സംബന്ധിച്ച് അതും അനുകൂലമായൊരു കാര്യമാണ്. അപ്പോൾ നാളത്തെ ദിവസം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് തിരുവോണം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം രാവിലെ 6 മണി 15 മിനിറ്റ് മുതൽ 7 മണി 45 മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും വിജയിക്കുന്നൊരു ദിവസം കൂടിയാണ്. അതിൻ്റെ നാളെ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല. വരും കാലങ്ങളിൽ അതിൻ്റെ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് അവർ അത് മുഖേന അവർ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ ഇടയാകും എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളെ അവർക്ക് 4ാം ഭാവത്തിൽ ചന്ദ്രനും വ്യാഴവും നിൽക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് അഷ്ടമത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നു. അവർക്ക് 9ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. അവരുടെ 5ാം ഭാവത്തിൽ കുജൻ നിൽക്കുന്നു. സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ നാളെ കുംഭക്കൂറുകാരെ തേടി വരുന്നൊരു ദിവസമാണ്. ചില കാര്യങ്ങളിൽ വിജയം, ചില കാര്യങ്ങളിൽ പരാജയം. അപ്പോൾ വിജയം എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭാഗ്യഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. പക്ഷെങ്കിൽ അവർക്ക് നാളത്തെ ദിവസം അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ, അതുപോലെ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ, ഈ 2 ഗ്രഹങ്ങളും ഇവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തുകളോ അനർത്ഥങ്ങളോ ഉണ്ടാക്കി കൊടുക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. തലയ്ക്ക് പരുക്ക് പറ്റാൻ സാധ്യതയുണ്ട്. ആപത്ത്, അനർത്ഥങ്ങൾ, അപകടങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ വേണം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അപ്പം ഭാഗ്യാനുഭവങ്ങളും അപ്പം ചിലർ ചോദിക്കും, ആപത്തും അനർത്ഥവും വരും, ആ കൂടെ ഭാഗ്യവും വരും, അതെങ്ങനെയാണെന്ന് ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. നിങ്ങൾ നാളത്തെ ദിവസം ഒരു ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തിലോ അനർത്ഥങ്ങളിലോ ചെന്ന് പെട്ടാൽ ഭാഗ്യം കൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടും. അതാണ് നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്നത്. അല്ല ധനപരമായ ലോട്ടറി അടിക്കുമെന്നുള്ളതല്ല. അപ്പോൾ അങ്ങനെ ഈശ്വരൻ്റെ കൃപാകടാക്ഷം കൊണ്ടുള്ള ഒരു ഭാഗ്യമായ അനുഭവങ്ങൾ നിങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിക്കും. അപ്പോൾ അതാണ് അവിടെയാണ് ആ ഭാഗ്യം കൊണ്ട്, അതാണ് നമ്മൾ പറയുന്നത് ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയത്തില്ല, അതാണ് ആ ഭാഗ്യം.
അപ്പോൾ സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ, സഹായ സഹകരണങ്ങൾ, ഒരു പക്ഷേ ഒരു പ്രശ്നത്തിലാകപ്പെട്ടാൽ ഒരു സ്ത്രീ നിങ്ങളെ ധൈര്യമായിട്ട് അവിടുന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അത് നിങ്ങളുടെ സഹോദരിയാകാം, നിങ്ങളുടെ ഭാര്യയാകാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനങ്ങളിലുള്ളവരൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ദിവസമായിരിക്കും നാളെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. എന്നാൽ പുത്രദുഃഖത്തിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ കോപം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ഒരുപക്ഷെ അനുകൂലമായി വന്നാലും മറ്റു കാര്യങ്ങളൊക്കെ പ്രതികൂലമായി വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളതാണ് ഇത്രയും വിസ്തരിച്ച് പറഞ്ഞു തന്ന കാര്യം. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി എന്ന ആളുകാരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിലാണ് ചന്ദ്രൻ വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ ഏറെക്കുറെ കീർത്തിയും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ നേടിക്കൊടുക്കും. അതുപോലെ തന്നെ 7-ാം ഭാവത്തിൽ ഇവർക്ക് ബുധനും രവിയും അല്ലെങ്കിൽ സൂര്യനും ബുധനും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതും ദാമ്പത്യ ജീവിതത്തിന് സുഖകരമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ വ്യാഴം 3-ൽ നിൽക്കുന്നത് നല്ലതല്ല. അവർക്ക് ജോലി കൊണ്ടുള്ള വരുമാനം തികയാത്തൊരവസ്ഥയിൽ കൂടി പോകുന്നൊരു ദിവസമാണെങ്കിലും നാളത്തെ ദിവസം ചന്ദ്രൻ 3-ാം ഭാവത്തിൽ വന്ന് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അവിടെ ഒരു ആശ്വാസം ലഭിക്കുമെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. 4-ാം ഭാവത്തിൽ കുജനാണ് നിൽക്കുന്നത്. അത് വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തർക്കവും അഭിപ്രായ വ്യത്യാസവും കലഹവും ഒക്കെ ഉണ്ടാക്കുവാൻ സാഹചര്യത്തെ ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുന്നു. സ്ത്രീകൾ മുഖേനയുള്ള കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളായി അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള സമ്മിശ്രമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം ഇവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മീനക്കുറുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അത്ര വലിയ നേട്ടങ്ങളൊന്നും നാളത്തെ ദിവസം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു വരാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി ഒക്ടോബർ മാസം 23-ാം തീയതി വരെ, ഇത് സെപ്റ്റംബറാണ്, ഒക്ടോബർ 23 വരെ കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലകളിൽ പല സംഭവങ്ങൾ നടക്കുന്ന സമയമാണ്. കാരണം രാഷ്ട്രീയത്തിൻ്റെ കാരകഗ്രഹമായ കുജൻ ഇപ്പോൾ മിഥുനൻ രാശിയിൽ കൂടി പോകുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ, ഈ കുജൻ മിഥുനൻ രാശിയിലേക്ക് വന്ന പിന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള പല തിക്താനുഭവങ്ങളും ഇടയ്ക്കിടയ്ക്ക് നല്ല അനുഭവങ്ങളും ഒക്കെ വന്നു പോകുന്നത്. അതാണിപ്പോൾ. അത് ഒക്ടോബർ മാസം 23-ാം തീയതി വരെ തുടരും. നാളത്തെ ദിവസം നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന പല അനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സർക്കാരിന് ദോഷമായ പല അനുഭവങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കാരണം കുജൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ 12-ലാണ് ഈ വ്യാഴവും ചന്ദ്രനും നിൽക്കുന്നത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് തിക്താനുഭവം ആയിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക.